ഏഴാമത് ഏഷ്യ വിഷൻ പുരസ്കാരങ്ങൾ സമ്മാനിച്ചു. മികച്ച പോപ്പുലർ ഷോക്കുള്ള പുരസ്കാരം JP ജംഗ്ഷൻ അവതാരകനും മലയാളം കമ്മ്യൂണിക്കേഷൻസ് മാനേജിംഗ് ഡയറക്ടറുമായ ജോൺ ബ്രിട്ടാസ് ഏറ്റുവാങ്ങി. കൈരളി ടിവിയിലും കൈരളി അറേബ്യയിലും സംപ്രേഷണം ചെയ്യുന്ന സലാമത്ത് കഫേ സീരിയലിനും പുരസ്കാരം. മുംബൈയിൽ തീപിടുത്തത്തിൽ 7 മരണം. തീപിടുത്തം ബോളിവുഡ് നടന്മാരായ ശ്രീദേവി, കാജോൾ തുടങ്ങി സിനിമാ ടെലിവിഷൻ രംഗത്തെയും സാമൂഹിക സാംസ്കാരിക ബിസിനസ് രംഗത്തെയും ഒട്ടേറെ പ്രമുഖരുടെ സാന്നിധ്യത്തിലായിരുന്നു അവാർഡ് ചടങ്ങ്. ടെലിവിഷൻ, റേഡിയോ, അച്ചടി മാധ്യമ രംഗത്തെ മറ്റ് അവാർഡുകളും ചടങ്ങിൽ വിതരണം ചെയ്തു. വർണ്ണാഭമായ നിരവധി കലാപരിപാടികളും അവതരിപ്പിക്കപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, ദുബായ്. കൈരളി ടിവിയിലും കൈരളി അറേബ്യയിലും സംപ്രേഷണം ചെയ്യുന്ന സലാമത്ത് കഫേ സീരിയലിനും ഏഴാമത് ഏഷ്യ വിഷൻ പുരസ്കാരം. കുറഞ്ഞ കാലം കൊണ്ട് ശ്രദ്ധ പിടിച്ചുപറ്റിയ സലാമത്ത് കഫേ പ്രവാസി ജീവിതത്തിന്റെ നേർക്കാഴ്ചകളാണ് പ്രേക്ഷകർക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത്. പൂർണ്ണമായും ഗൾഫിൽ ചിത്രീകരിക്കുന്ന സീരിയലാണ് സലാമത്ത് കഫേ. കൈരളി ടിവിയിലും കൈരളി അറേബ്യയിലും സംപ്രേഷണം ചെയ്യുന്ന സലാമത്ത് കഫേ കുറഞ്ഞ കാലം കൊണ്ട് തന്നെ പ്രേക്ഷകരുടെ മനം കവർന്നു. സലാമത്ത് കഫേ എന്ന കഫ്തീര നടത്തുന്ന അബൂക്കയാണ് സീരിയലിലെ കേന്ദ്ര കഥാപാത്രം. ഗൾഫ് ജീവിതത്തിന്റെ മധുരവും കയ്പും നർമ്മത്തിൽ ചാലിച്ച് അവതരിപ്പിക്കുന്ന സലാമത്ത് കഫേക്ക് ഗൾഫിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഏഷ്യ വിഷൻ പുരസ്കാരം ലഭിച്ചു. ഇതിൽ ഏറെ സന്തോഷമുണ്ടെന്ന് സീരിയലിന്റെ നിർമ്മാതാവ് മുഹമ്മദ് ഫൈസ് പറഞ്ഞു. ഒരു സംഘം സുഹൃത്തുക്കൾ ഒരു പ്രതിഫലവും വാങ്ങിക്കാതെ അവർക്ക് കിട്ടുന്ന വളരെ തുച്ഛമായ ഒഴിവ് സമയങ്ങളിൽ വന്ന് അവരുടെ കലയോടുള്ള താല്പര്യം കൊണ്ടും ആ സുഹൃത്ത് ബന്ധത്തിന്റെ പുറത്തും വന്ന് ശ്രമത്തിന്റെ ഫലമായിട്ടുണ്ടായ ഒരു എഫേർട്ടാണ്. ആ എഫേർട്ടാണ് നമുക്ക് ഈ ഒരു അവാർഡായിട്ട് കിട്ടിയത്. അബൂക്ക എന്ന കഥാപാത്രത്തെ തന്മയത്വത്തോടെ അവതരിപ്പിക്കുന്ന മൊയ്തീൻകോയ്ക്ക് മികച്ച അഭിനയത്തിനുള്ള അവാർഡ് ലഭിച്ചു. ഇതിലെ കഥാപാത്രങ്ങളെല്ലാം, ഇതിന്റെ കഥാസന്ദർഭങ്ങളെല്ലാം പ്രവാസ ജീവിതമായിട്ട് അത്രയധികം ബന്ധപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ ഇത് ചെയ്യുമ്പോൾ ഞാനിതുവരെ സിനിമകളൊക്കെ ചെയ്തതിനേക്കാളുള്ള ഒരു ആഭിമുഖ്യം വരുന്നു. നമ്മുടെ നേരനുഭവങ്ങളാണ്. നമ്മുടെ ഇതിലെ കഥാപാത്രങ്ങളെല്ലാം നേർചിത്രങ്ങളാണ്. ഗൾഫിൽ നിന്നുള്ള മികച്ച പ്രൊഡക്ഷന് സീരിയൽ നിർമ്മാതാവ് മുഹമ്മദ് ഫൈസ് അവാർഡ് ഏറ്റുവാങ്ങി. EM എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസറായ സലാമത്ത് കഫേയുടെ സംവിധാനം ദീപുലാലാണ്. ഒരു അവസരം കിട്ടാത്തത് കൊണ്ട് മാത്രം ശോഭിക്കാതെ ഇരിക്കുന്ന ഒരുപാട് കലാകാരന്മാർ, പല വീട്ടമ്മ, കൊച്ചുകുട്ടികൾ, അങ്ങനെ ഒരുപാട് പേര് നമ്മുടെ സലാമത്ത് കഫേയിന് വന്നുകൊണ്ടായിട്ട് വന്നു പോകുന്നുണ്ട്. അത് ഒരു തുടക്ക ദിശയിൽ തന്നെ ഇങ്ങനെ ഒരു ശ്രദ്ധിക്കപ്പെട്ടതിൽ ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷം. സലാമത്ത് കഫേയിലെ കഥകളെ വെറും ഒരു സീരിയൽ കഥകളായി മാത്രം കാണാനാവില്ല. പ്രവാസി ജീവിതത്തിന്റെ കയ്പും മധുരവും നിറഞ്ഞ അനുഭവങ്ങളാണിവ. സലാമത്ത് കഫേ ടീമിനൊപ്പം ജമാലി. ദുബായ് ഗോൾഡ് ആൻഡ് കമ്മോഡിറ്റി